നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളുടെ അമ്മ വരാത്തതിന്റെ ദേഷ്യം എന്നോട് തീർക്കുന്നതേ ഇവളാ. അറിയാതെ എന്റെ നാവിന്ന് പെണ്ണും പിള്ളാന്നൊരു വാക്ക് വീണുപോയി. അങ്ങനെ വീണുപോയതിന്റെ പേരില് ഇവൾ എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്ന് നീ കേട്ടില്ലേ ഗൗതം? കണ്ട പാല് വിൽക്കുന്നവരും പത്രം വിൽക്കുന്നവരും ഒക്കെ കുടുംബത്തിൽ വന്ന് കേറിയാ ഇങ്ങിനിരിക്കും. അവർക്ക് അവരുടെ സ്റ്റാറ്റസ് കാണിക്കാനല്ലേ പറ്റൂ. പാല് വിൽക്കുന്നതും പത്രം ഇടുന്നതും അത്ര മോശപ്പെട്ട ജോലിയൊന്നും അല്ല. ഒരു ദിവസം ആ ജോലി ഒന്ന് ചെയ്ത് നോക്ക്, അപ്പ അറിയാം ആ ജോലിയുടെ മഹത്വം. കേട്ടോ, ദേ ഇവള് പറഞ്ഞത് കേട്ടോ. ഞാൻ പോയി പത്രവും പാലും ഒക്കെ കണ്ട വീടുകളിൽ വിതരണം ചെയ്യണമെന്നാ ഇവള് പറയുന്നേ. വിധി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ വസു. എടുത്തി ഇവളെ ന്യായീകരിക്കണ്ട. ഇവളുടെ മനസ്സിലിരിപ്പ് എന്നെ വെറും തെരുവുതണ്ടി ആക്കണമെന്നാ. അതെനിക്കിപ്പോ ബോധ്യമായി. വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് ഗൗതമന് എത്ര ആലോചനകൾ വന്നതാ. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ജാതകത്തിന്റെ പേരും പറഞ്ഞ് ഒരു കോളനിയിൽ പോയി പെണ്ണ് കെട്ടിയില്ലേ? അതിന്റെ ഫലവാ ഇപ്പൊ ഈ അനുഭവിക്കുന്നത്. നടന്നതൊക്കെ നടന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാവൂ. അത്രേ ഉള്ളൂ. അമ്മ പറയുന്നതിനപ്പുറം ഇനി ഈ വീട്ടിൽ നിധി അടക്കം ആരും ഒന്നും ചെയ്യില്ല. ഉറപ്പാണോ? അതെ. നിനക്കോ? നീയും എന്നെ അനുസരിക്കോ? അനുസരിച്ചില്ലെങ്കിൽ നീ ഈ പടിക്ക് പുറത്തായിരിക്കും. ഇനി ഞാൻ എന്റെ ഒരു കടുത്ത തീരുമാനം പറയാം. ഇനി ഈ വീട്ടിൽ നിന്ന് നിധിയും ഗൗതമും അടക്കം ആരും നിധിയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ അവകാശവും പറഞ്ഞ് അവിടുന്ന് ആരും ഇങ്ങോട്ടും വരാൻ പാടില്ല. ഇത് എന്റെ ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനം ആരും ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ പറഞ്ഞത് മറക്കണ്ട, അവരുടെ സ്ഥാനം ഈശ്വരമംഗലത്തിന്റെ പടിക്ക് പുറത്ത്. ഞാൻ വരുന്നില്ല മോളെ. നിങ്ങൾക്കൊരു ബാധ്യതയാവാൻ ഞാൻ വരില്ല. ഇനി ഈ വീട്ടിൽ നിന്ന് നിധിയും ഗൗതമും അടക്കം ആരും നിധിയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ അവകാശവും പറഞ്ഞ് അവിടുന്ന് ആരും ഇങ്ങോട്ടും വരാൻ പാടില്ല. മോളെ, ഇങ്ങനെ കരയല്ലേ മോളെ.
കരഞ്ഞു തളർന്നിരുന്ന എന്നും അതിനെ നേരം കാണൂ. വസുന്ധരയെ നിനക്ക് അറിയാത്തതല്ലോ. നിന്റെ അമ്മയും അനിയനെയും കൊണ്ടുവരാൻ വസുന്ധര സമ്മതിച്ചിട്ടും അവര് വരാത്തതിലുള്ള ദേഷ്യ ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നത്. അവര് വന്നില്ലെന്ന് കരുതി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവരുതെന്ന് പറയാൻ വസുന്ധര ആന്റിക്ക് എന്താ അവകാശം? എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഗൗതം സാറിനെ ആന്റി ഓർത്ത എല്ലാം ക്ഷമിക്കുന്നത്. ഞാനൊരു വഴക്കാളിയാണെന്ന് പറഞ്ഞ നിങ്ങൾക്കല്ലേ അതിന്റെ നാണക്കേട്. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും മോളെ. ഇതുപോലുള്ള വഴക്ക് പണ്ട് എന്റെ കുടുംബത്തോടും ഉണ്ടായിരുന്നു. ഗൗതം ജനിച്ചു കഴിഞ്ഞാണ് ഞാനും ഗോപിയേട്ടനും ഒരുമിച്ച് ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്ക് പോയെന്ന് നീ വിശ്വസിക്കൂ? അതാണ് സത്യം. അന്നൊക്കെ ഞാൻ ഇത്ര പോലും വസുന്ധരയെ എതിർക്കില്ലായിരുന്നു. ഇപ്പൊ നീ ചെയ്യുന്നത് പോലെ കരഞ്ഞോണ്ട് കിടക്കുമായിരുന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഗോപിയേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. ആന്റിക്ക് ഭർത്താവെങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് അതും ഇല്ലല്ലോ ആന്റി. എന്നെ എന്റെ വീട്ടുകാരെ അത്രയും പറഞ്ഞിട്ടും ഗൗതം സാർ വസുന്ധര ആന്റി എതിർത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ സപ്പോർട്ടും ചെയ്തില്ല. നിധിയുടെ അമ്മ എന്നെ ഇൻസൾട്ട് ചെയ്തില്ല എന്നൊന്ന് ഗൗതം സാർ പറഞ്ഞിരുന്നെങ്കിൽ വസുന്ധര ആന്റി ഇത്ര അഹങ്കരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആന്റി തന്നെ പറ. ഇപ്പൊ പോലും ഞാൻ കരയായിരിക്കുമെന്ന് അറിഞ്ഞിട്ടും സാർ ഒന്നിങ്ങോട്ട് വന്നോ? ഞാൻ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ മോളെ. ആന്റി പറഞ്ഞിട്ടാണോ സാർ ഇവിടെ വരേണ്ടത്? ആന്റി കരയുന്നത് കണ്ട അങ്കിൾ അങ്ങനെയാണോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആശ്വസിപ്പിക്കാൻ വരുന്നത്? എനിക്കറിയാം സാറിന് എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ആന്റി പറഞ്ഞതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചു. ആന്റി പറഞ്ഞതുകൊണ്ട് എന്റെ അമ്മയെ വിളിക്കാൻ കൂടെ വന്നു. ഇനി എന്നെ ആശ്വസിപ്പിക്കണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും ഒക്കെ ആന്റി പറയണം. ആ സ്നേഹം സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ല. അയ്യോ, ഞാൻ എന്തിനാ വെറുതെ ഗൗതം സാറിനെയും വസുന്ധര ആന്റിയും കുറ്റം പറയുന്നത്? ഇന്ന് എന്നെ തോൽപ്പിച്ചത് അവരാരുമല്ല, എന്റെ അമ്മ തന്നെയാ. ഞാൻ 100 വട്ടം വിളിച്ചിട്ടും അമ്മ എന്റെ കൂടെ വരാൻ തയ്യാറായില്ലല്ലോ. ഇത് വെറും തോൽവിയല്ല, അമ്മ എന്നെ തകർത്തു കളഞ്ഞു. അങ്ങനെയൊന്നും കരുതണ്ട മോളെ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ നിന്റെ അമ്മയ്ക്ക് മടി കാണും. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് നമുക്ക് നിന്റെ അമ്മയെ ബോധ്യപ്പെടുത്താം. അത് കഴിഞ്ഞ് നമുക്ക് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇനി അതിനൊന്നും വസുന്ധര ആന്റി സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ ഒറ്റ വാചകത്തിൽ വസുന്ധര മാറും. അതിനുള്ള ആയുധം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് പ്രയോഗിക്കാത്തത് എന്റെ ബലഹീനതയല്ല, ഔദാര്യമാണെന്ന് വസുന്ധരയെ ഞാൻ ബോധ്യപ്പെടുത്തും. ആ സമയം വരാൻ ഞാനും കാത്തിരിക്കുക. പാവൻ നിഖിലേട്ടനും ചന്ദ്രിക ആന്റിയും അവരിങ്ങോട്ട് വരാൻ റെഡിയായെന്നാ നിഖിലേട്ടൻ പറഞ്ഞത്. എന്നിട്ടും എന്താ സംഭവിച്ചത്? നിഖിലേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. ആ യാമിനി, താൻ പറഞ്ഞതുപോലെ ഗൗതമേട്ടനും ചേച്ചിയും ഒന്ന് വിളിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞു. നിങ്ങൾ വരാത്തതിൽ എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. തനിക്ക് മാത്രമല്ല, ചേട്ടനും ചേച്ചിക്കും ഒക്കെ വിഷമായി. അമ്മയെ ചേച്ചിയുടെ കൂടെ ആക്കിയിട്ട് സമാധാനത്തോടെ ഹോസ്റ്റലിൽ പോവാന്നാ ഞാൻ കരുതിയത്. ആ പ്രതീക്ഷയ്ക്ക് അമ്മ എന്നെ തകർത്തു. നിഖിലേട്ടൻ വിഷമിക്കണ്ട. ചന്ദ്രിക ആന്റിയുടെ മനസ്സ് മാറാൻ